നമസ്കാരം പ്രിയ എസ് കെ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 പുതുവർഷത്തിൽ 1-ാം തീയതി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ചില പ്രാർത്ഥനകളെക്കുറിച്ചാണ് പറയുന്നത്. 2024 ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് കുളിച്ച് പൂജാമുറിയിലെത്തി മഹാഗണപതിയുടെ ചിത്രത്തിന് പൂജാപുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ പൂജാമുറിയിൽ വച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് കണി കാണുന്നതും ശുഭകരമാണ്. മറ്റു ദേവീദേവന്മാരുടെ ചിത്രത്തിലും ഹാരങ്ങൾ പൂജാപുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്ര ദർശനം നടത്തി മഹാഗണപതിക്ക് തേങ്ങ ഉടച്ച് പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ 3 നാളികേരം ഉടയ്ക്കുന്നത് വളരെ നല്ലതാണ്. 3 നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക. 2024 ശനിയുടെ ആധിപത്യമുള്ള 8 എന്ന സംഖ്യയിലാണ് വരുന്നത്. അതായത് 2, 2, 4 ഈ സംഖ്യകളെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഫലം 8 ആണ്. 8 എന്ന് പറയുന്നത് ശനിയുടെ ആധിപത്യത്തിലുള്ള സംഖ്യയാണ്. അതുകൊണ്ട് ശനി പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. ശനീശ്വര ക്ഷേത്രം, അതായത് നവഗ്രഹമുള്ള ശനീശ്വര ഭഗവാന് പ്രത്യേക പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഈ വർഷത്തെ എല്ലാവിധ ദോഷഫലങ്ങളെയും കുറയ്ക്കുവാൻ സാധിക്കും. നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. അതുകൂടാതെ ആഞ്ജനേയ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ട 5 പ്രാർത്ഥനാ മന്ത്രങ്ങളുണ്ട്. ഈ 5 പ്രാർത്ഥനാ മന്ത്രങ്ങളും പറയുന്നത് വളരെ നല്ലതാണ്. പ്രധാനമായി ശനീശ്വര ഭഗവാനെ പ്രീതിക്കായി ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം പറയുക. നവഗ്രഹ ക്ഷേത്രത്തിലെത്തി ശനീശ്വര ഭഗവാന് അർച്ചന പൂജകൾ സമർപ്പിച്ച് ഈ മന്ത്രം പറയുക. നീലാഞ്ചന സമാഭാസം രവിഭദ്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം ധം നമാമി ശനൈശ്വരം. ഈ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രം അടുത്തില്ലാത്തവർ അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശാസ്താ പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ആ ദിവസം നിങ്ങൾ പ്രധാനമായി പറയേണ്ട 5 മന്ത്രങ്ങളെക്കുറിച്ച് പറയാണ്. 1-ാമത്തെ മന്ത്രം: ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപ ശാന്തയേ. ഈ മന്ത്രം പറയാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. ഈ മന്ത്രം പറയുന്നത് കൊണ്ട് ത്രിമൂർത്തികളുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായി മഹാഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ഗംഗ് ഗണപതേ നമ എന്ന മന്ത്രം പറയണം. അതുപോലെ വിദ്യാർത്ഥികൾ പ്രധാനമായി സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരുഷ്യാമി സിദ്ധിർ ഭവതു മേസ്ത ഈ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതുപോലെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവക്ഷേത്രത്തിലെത്തി ഓം നമശിവായ എന്ന മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ
നല്ലതാണ്. അതുപോലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം പറയുന്നത് നല്ലതാണ്. ഈ മന്ത്രങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ദേവി ദേവന്മാരുടെ ഒരു അനുഗ്രഹം നമുക്ക് 1-ാം തീയതി തന്നെ ലഭിക്കുന്നതാണ്. 1-ാം തീയതി നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് 1-ാം തീയതി തുടക്കമാണ്. എന്തായാലും ഒരു പുതുവർഷം ആരംഭിക്കുന്ന സമയത്ത് പ്രധാനമായി മലയാളികൾ ചിങ്ങം 1 അല്ലെങ്കിൽ വിഷു സംക്രാന്തി ദിവസം ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. ഇംഗ്ലീഷ് മാസ പിറവിയിലും ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം 8 എന്ന സംഖ്യയിലാണ് 2024 എന്ന വർഷം വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശനീശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതിന് സാധിക്കാത്തവർ ഹനുമാൻ ക്ഷേത്രത്തിൽ, ശാസ്താ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥനകൾ നടത്തുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാത്തവർ നിങ്ങളുടെ വീടിനടുത്ത് ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ ക്ഷേത്രത്തിൽ ചെന്ന്, പ്രത്യേകിച്ച് മഹാഗണപതി എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടായിരിക്കും, മഹാഗണപതിക്ക് പ്രത്യേക പ്രാർത്ഥന ചെയ്ത് തേങ്ങ ഉടയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ സൂര്യോദയ സമയത്ത്, ആ മുഹൂർത്ത സമയത്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഓം ആദിത്യായ നമ എന്ന മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മന്ത്രം ഒരു 108 പ്രാവശ്യം പറയുന്നത് വളരെ നല്ലതാണ്. 2024 ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആ ദിവസത്ത് പ്രധാനമായിട്ടുള്ള മംഗള വസ്തുക്കളൊക്കെ വാങ്ങുന്നത് വളരെ ശുഭമാണ്. നല്ലൊരു പ്രാർത്ഥനയോടുകൂടി പുതുവർഷം ആരംഭിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ പുതുവർഷത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.